കഥയാരംഭിക്കുന്നത് ഒരു കൂട്ടം മൗണ്ടൈൻ ലയൺസിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പ്യൂമാസ് എന്ന് പൊതുവെ വിളിക്കുന്ന ആ സിംഹക്കൂട്ടം പ്യൂമകളുടെ ഒരു പാക്ക് മൗണ്ടൈനിലൂടെ കാടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ യങ്ങായ ഒരു പ്യൂമയുണ്ട്. കരക് എന്നാണ് അവന്റെ പേര്. കരക് കൂട്ടം തെറ്റി പോകുന്ന കണ്ടപ്പോ അവന്റെ അച്ഛൻ അവനെ തടയാൻ ശ്രമിച്ചു. കാരകിന് മനുഷ്യരെ പറ്റി ചിന്തിക്കുമ്പോ വല്ലാത്തൊരു കൗതുകവും താല്പര്യവും തോന്നിയിരുന്നു. കൂട്ടം തെറ്റിപ്പോവാൻ തോന്നുന്ന കാരകിനടുക്കൽ ഒടുവിൽ അച്ഛൻ പറഞ്ഞു, നിനക്ക് തന്നെ തീരുമാനിക്കാം, മനുഷ്യർ വേണോ അതോ നിന്റെ ആളുകൾ വേണോ എന്ന്. പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ആ പയ്യൻ ഞെട്ടിയെഴുന്നേറ്റു. ജയ് എന്നായിരുന്നു അവന്റെ പേര്. കാരകിനെ പറ്റി അത്ര നേരം അവൻ സ്വപ്നം കാണുകയായിരുന്നു. ജയ് ഒരു കുടുംബത്തിൽ ദത്തുപുത്രനായി ജീവിക്കുകയാണ്. അവരുടെ കുടുംബം ജയ്യെ പുതിയൊരു സ്കൂളിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളിലായിരുന്നു. എഴുന്നേറ്റ് വന്ന ജയ്യുമായി കുടുംബം സംസാരിച്ചു. പഴയ സ്കൂളുകളിൽ ജയ് ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരുന്നു ഒരു സുഹൃത്തിന്റെ സജഷനോടെ പുതിയൊരു സ്കൂളിലേക്ക് ജയ്യെ മാറ്റാൻ അവർ തീരുമാനിച്ചത്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സംസാരിക്കുമ്പോ ടിവിയിലെ വാർത്ത കണ്ടു. പക്ഷിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഒരു പ്ലെയിൻ തകർന്നു വീണിരിക്കുന്നു. നഗരത്തിൽ വിചിത്രമായി നടക്കുന്ന ആദ്യത്തെ സംഭവമായിരുന്നില്ല അത്. ആയിടയ്ക്കായിരുന്നു ഒരു ചീങ്കണ്ണി ഒരു ബോട്ട് മറിച്ചിട്ടത്. എന്തായാലും കുറച്ചു കഴിഞ്ഞതും പുതിയ സ്കൂളിലേക്ക് പുറപ്പെടാൻ ഫാമിലിയോടൊത്ത് ജയ് ഇറങ്ങി. അമ്മ റാൽസ്റ്റൺ, ഇളയ സഹോദരി മെലഡി എന്നിവർ ജയുടെ കൂടെ ഉണ്ടായിരുന്നു. ജയ് പൊതുവെ ആ ഫാമിലിയിൽ ഒരു ഔട്ട്സൈഡറെ പോലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഫോസ്റ്റർ സഹോദരനായ മാർലോണുമായി ജയ് പലപ്പോഴും വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും ഇടിയുണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുമുണ്ട്. ക്ലിയർ വാട്ടർ ഹൈ എന്ന സ്കൂളിലേക്ക് കുടുംബത്തിനൊപ്പം ജയ് പുറപ്പെട്ടു. അന്ന് രാത്രിയിൽ ക്ലിയർ വാട്ടർ ഹൈയിനോടടുത്തുള്ള നഗരത്തിലെ ഒരു മോട്ടലിലായിരുന്നു അവർ തങ്ങിയത്. അടുത്ത ദിവസം പുലർച്ചെ ക്ലിയർ വാട്ടർ ഹൈ എന്ന ആ സ്കൂളിലേക്ക് എത്തിച്ചേരാം എന്നവർ കരുതി. പക്ഷേ രാത്രിയിൽ ജയ് വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. നഗരത്തിരക്കിലൂടെ ഒരു ചെന്നായക്കൂട്ടം അവിടെയുള്ള ഒരു മൈനിന്റെ ഭാഗത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം ജയ് ക്ലിയർ വാട്ടർ ഹൈയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ ജയ് വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഒരു ക്യാബിന്റെ അകത്തേക്ക് പറന്നു വന്ന 2 കാക്കകൾ കയറുന്നു. പിന്നാലെ അവർ മനുഷ്യരായി പുറത്തേക്ക് വരുന്നു. അധികം വൈകാതെ പ്രിൻസിപ്പൽ എത്തി അവരെ സ്വാഗതം ചെയ്തു. വിസിറ്റിംഗ് റൂമിലിരുന്നവർ സംസാരിക്കാൻ ആരംഭിച്ചു. ജയയെ എങ്ങനെയാണ് റോസ്റ്റൻ കണ്ടെത്തിയത് എന്ന കാര്യമായിരുന്നു ആദ്യം പറഞ്ഞത്. ജയയെ കണ്ടെത്തിയത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. റോസ്റ്റൻ കാണുമ്പോ ജയ്ക്ക് ഓർമ്മകൾ ഉണ്ടായിരുന്നില്ല. നഗ്നനായി അവനൊരു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അവർക്ക് ജയയോട് അലിവ് തോന്നി. ജയയെ ദത്തുപുത്രനായി കൂട്ടിക്കൊണ്ടുപോരാൻ ഹസ്ബൻഡിനെ നിർബന്ധിച്ച അവർ ഒടുവിൽ ജയെ തന്റെ മകനായി കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നാലെ കാര്യങ്ങൾ അമ്മ ജയെപ്പറ്റി വിശദീകരിച്ചു. ജയ് എപ്പോഴും ഒറ്റപ്പെട്ടാണ് നടക്കുന്നത്. സ്കൂളിൽ അവനെതിരെ പലപ്പോഴും ബുള്ളിയിങ് നടക്കും. അതുകൊണ്ട് അവനെ പ്രധാനമായും മാറ്റാൻ തീരുമാനിച്ചത്. പിന്നെ ജയും അവന്റെ സഹോദരനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കും. ജയ്ക്ക് നഖമൊന്നും കാണാറില്ല. പക്ഷെ എന്നാലും മാർലോന്റെ ദേഹത്ത് പോറലുകൾ കാണാം. ഒക്കെ കേട്ടുകഴിഞ്ഞതും പ്രിൻസിപ്പൽ ലിസ ജയോട് തനിച്ചു സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. അമ്മയും സഹോദരിയും പുറത്തിറങ്ങി നിന്നു. ലിസ ജയോട് ചോദിച്ചു, നീ ഒരു ഇരപിടിയൻ ജീവിയാണ് എന്നെനിക്കറിയാം. നിനക്കത് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ലിസ പറയുന്നത് ജയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലിസ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. മനുഷ്യരായി രൂപം മാറാൻ പറ്റുന്ന മൃഗങ്ങളുണ്ട്. വുഡ് വോക്കേഴ്സ് എന്നാണ് പൊതുവെ അവയെ പറയപ്പെടുന്നത്. നീ സ്വയം ഏത് മൃഗമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ സ്കൂൾ മുഴുവൻ വുഡ് വോക്കേഴ്സ് ആണ് പഠിക്കുന്നത്. വുഡ് വോക്കേഴ്സിനുള്ള സ്കൂളാണിത്. തനിക്ക് വരുന്ന സ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളും ജയ് മനസ്സിലാക്കി. ജയ് കാര്യങ്ങൾ ലിസയോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഞാനൊരു പ്യൂമയാണെന്നാണ്. എനിക്കെന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. മനുഷ്യരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇതുവരെ പ്യൂമയായി ട്രാൻസ്ഫോമും ചെയ്തിട്ടില്ല. മനുഷ്യരുടെ ലോകത്ത് ജയ് എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് ലിസ തിരിച്ചറിഞ്ഞു. പിന്നാലെ ജയോട് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ലിസ, നിന്നെപ്പോലുള്ള വുഡ് വോക്കേഴ്സ് ആണ് ഈ സ്കൂളിൽ മുഴുവനെന്നും ഈ സ്കൂളിൽ നിന്ന് മനുഷ്യരായും അതേസമയം മൃഗമായും എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് നിനക്ക് വ്യക്തമായി പഠിക്കാൻ സാധിക്കും എന്ന് ലിസ വിശദീകരിച്ചു. കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. നിന്റെ ഈ രഹസ്യം നീ മനുഷ്യരിൽ നിന്ന് മറച്ചു വെക്കണം. അത് മറ്റു പല അപകടങ്ങൾക്കും വഴിയൊരുക്കിയേക്കാം. അവർ സംസാരിച്ചിരിക്കെ പെട്ടെന്നായിരുന്നു ഒരു അലാം മുഴങ്ങിയത്. അവിടെ പരിസരത്ത് മനുഷ്യരുണ്ട് എന്നറിയിക്കുന്ന തരത്തിലുള്ള ഒരു അലാമാണത്. ജയയുടെ അമ്മയ്ക്കും സഹോദരിക്കും സംശയം തോന്നണ്ട എന്ന് കരുതി ലിസ അവരുടെ അടുത്തേക്ക് എത്തി. സ്കൂള് ഒരു നാഷണൽ പാർക്കിന്റെ സമീപമാണല്ലോ ഉള്ളത്. അതുകൊണ്ടായി ഈ അലാം എന്ന മട്ടിൽ അവരെ പറഞ്ഞ് അവൾ വിശ്വസിപ്പിച്ചു. പിന്നാലെ ലിസ തന്നെ ജയയുടെ ഫാമിലിയെ സ്കൂൾ ചുറ്റിക്കാണിച്ചു. ആ സമയത്തായിരുന്നു ജെഫ്രി എന്ന പേരുള്ള ഒരു പയ്യനും അവന്റെ ഗ്യാങ്ങുമായി ജയ ഒരു ഏറ്റുമുട്ടലിന് പോയത്. ജെഫ്രിയും ആ കൂട്ടുകാരും വോൾഫ് വുഡ് വോക്കേഴ്സ് ആയിരുന്നു. അതായത് ചെന്നായ കൂട്ടം.
കൂട്ടം. അവർ തമ്മിൽ ഒരു ഫൈറ്റ് പോലും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ കൃത്യസമയത്ത് ഒരു ഇൻസ്ട്രക്ടർ എത്തി അത് തടഞ്ഞു. അത് കണ്ട് ജയയുടെ അമ്മ അല്പം വറീഡായിരുന്നു. ജയ് വീണ്ടും അവിടെയും ബുള്ളിയിങ്ങിന് ഇരയാകുമോ, പ്രശ്നമുണ്ടാവുമോ എന്നൊക്കെ അവർ ഭയന്നു. പക്ഷെ ലിസ അവരെ ആശ്വസിപ്പിച്ചു. എന്തായാലും ആ സ്കൂളിൽ ഒരു ചാൻസ് എടുക്കാൻ അവർ തീരുമാനിച്ചു. അത് ഒരു ബോർഡിംഗ് സ്കൂളാണ്. ജയയെ അവിടെയാക്കി ലിസയും സഹോദരിയും മടങ്ങി. അവർ മടങ്ങിയതിന്റെ പിന്നാലെയായിരുന്നു സ്കൂളിന്റെ സ്പോൺസറും ഒരു വുഡ് വോക്കറും കൂടിയായ ആൻഡ്രു അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആൻഡ്രു ജയയെ പരിചയപ്പെട്ടു. ജയയുടെ ഫാമിലിക്ക് ജയയെ ക്ലിയർ വാട്ടറിലെത്തിക്കാൻ നിർദ്ദേശം കൊടുത്തതുപോലും ആൻഡ്രു ആയിരുന്നു. മാത്രമല്ല ജയ ഒരു പ്യൂമയാണ്, അവൻ പ്യൂമ പാക്കിലെ അംഗമായിരുന്നു എന്നറിഞ്ഞതും ആൻഡ്രുവിന് കൂടുതൽ താല്പര്യം തോന്നി. കാരണം ആൻഡ്രുവും ഒരു പ്യൂമയായിരുന്നു. താൻ അങ്ങനെ മനുഷ്യരുടെ ലോകത്തെത്തി എന്ന കാര്യം ജയ പറഞ്ഞു. താനൊരു പ്യൂമ പാക്കിലായിരുന്നു. അച്ഛൻ പോയ ശേഷം മനുഷ്യരുടെ കാര്യത്തിൽ കൗതുകം തോന്നി മനുഷ്യനായി താൻ അവരുടെ അടുത്തെത്തി. പിന്നീട് മനുഷ്യരുടെ ലോകത്ത് തന്നെയായിരുന്നു. താൻ ഒരിക്കലും പ്യൂമയായിട്ടില്ല. ആൻഡ്രു ഒക്കെ കേട്ടു. അതൊക്കെ കഴിഞ്ഞതും ഷേപ്പ് ഷിഫ്റ്റിംഗ് ക്ലാസ്സിൽ പോകാൻ വേണ്ടി ലിസ അവനെ കൂട്ടിക്കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് ആൻഡ്രുവിനെ ലിസ എത്തിച്ചത് ഡോർമെട്രിയിലേക്കായിരുന്നു. ഡോർമെട്രിയിലെ കാര്യങ്ങളും സ്കൂൾ റൂൾസും ഒക്കെ ലിസ വിശദീകരിച്ചു പറഞ്ഞു. ലിസ പോയി കഴിഞ്ഞതും ജയയുടെ റൂംമേറ്റായ ലിസ അങ്ങോട്ടേക്ക് വന്നു. ലിസ ഒരു അണ്ണാനാണ്. ആൻഡ്രുവും ജയും തമ്മിൽ എന്താ ബന്ധം എന്ന മട്ടിലൊക്കെ ലിസ ചോദിച്ചു. പക്ഷേ ജയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. തൊട്ടു പിന്നാലെ അവരുടെ റൂമിൽ താമസിക്കാൻ അങ്ങോട്ടേക്ക് ഒരു റാബിറ്റ് വുഡ് വോക്കർ കടന്നു വന്നിരുന്നു. പക്ഷേ ജയ് ഒരു പ്യൂമയാണല്ലോ. മുയലായ അവൻ അല്പം ഭയന്നിട്ട് ആ റൂമിൽ നിന്ന് മാറി. കാര്യം ജയ് ഒരു പ്യൂമയാണെങ്കിലും ഹോളിക്കത് പ്രശ്നമേ ആയിരുന്നില്ല. ഹോളി ആ ഡോർമെട്രിയിൽ നിന്നും മാറിയില്ലെന്ന് മാത്രമല്ല, ജയയെ വിളിച്ച് ഷേപ്പ് ഷിഫ്റ്റിംഗ് ക്ലാസ്സിന് പോവാൻ വേണ്ടി ഇറങ്ങി. പോകുന്ന വഴിക്ക് ഹോളിയുടെ സുഹൃത്ത് ലൂ അങ്ങോട്ടേക്ക് വന്നു. അവിടെ അടുത്ത മൈനിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു എന്ന കാര്യം ലൂ ആയിരുന്നു പറഞ്ഞത്. ഹോളി ലൂവിന് ജയയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കടമാനായ എൽക്കിന് ജയയെ അത്യാവശ്യം ഭയമുണ്ടായിരുന്നു. ജയ ഒരു ഇരപിടിയൻ ജീവി ആയതുകൊണ്ട് തന്നെ ജയിൽ നിന്ന് ലൂ അകലം പാലിച്ചു. പിന്നീട് അവർ ഷേപ്പ് ഷിഫ്റ്റിംഗ് ക്ലാസിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. എൽവുഡ് എന്ന വ്യക്തിയായിരുന്നു ഇൻസ്ട്രക്ടർ. എൽവുഡ് ലൂവിന്റെ അച്ഛനാണ്. വൈകാതെ ക്ലാസ് ആരംഭിച്ചു. ആ സമയത്ത് എൽവുഡ് കാര്യങ്ങൾ വിശദീകരിച്ചു. പ്രത്യേകിച്ചും നിയമങ്ങൾ. ക്ലാസ്സിന് വെളിയിൽ ആരും ഷേപ്പ് ഷിഫ്റ്റിംഗ് നടത്താൻ പാടുള്ളതല്ല. ഷേപ്പ് ഷിഫ്റ്റിംഗ് നടത്തുന്ന ഫോട്ടോസോ വീഡിയോസോ ഒന്നും ആരും പകർത്തരുത്. ആദ്യം ജയയോട് ട്രാൻസ്ഫോം ചെയ്യാനായിരുന്നു എൽവുഡ് ആവശ്യപ്പെട്ടത്. ജയ അതിന് ശ്രമിക്കുന്നതിന് മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റിന്റെ കൺട്രോൾ പോയി. ബ്രാൻഡൻ എന്നായിരുന്നു അവന്റെ പേര്. അവൻ ഒരു ബൈസണായി ട്രാൻസ്ഫോം ചെയ്തു. ബ്രാൻഡന്റെ ട്രാൻസ്ഫോർമേഷൻ എടുത്തു പറഞ്ഞ് ദാ ഇത്രയുള്ളൂ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചൂണ്ടിക്കാണിച്ച് ജയോട് ട്രാൻസ്ഫോം ചെയ്യാൻ എൽവുഡ് വീണ്ടും ആവശ്യപ്പെട്ടു. ജയാണെങ്കിൽ വർഷങ്ങളായി ട്രാൻസ്ഫോം ചെയ്തിട്ട് അവൻ കഷ്ടപ്പെടുകയായിരുന്നു. ഈ സമയത്ത് അവിടുത്തെ ഒരു വോൾഫ് സ്റ്റുഡന്റ് ജെഫ്രിയുടെ കൂട്ടത്തിലുള്ളവൻ ജയെ ഒന്ന് പ്രകോപിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് ലിസ അങ്ങോട്ടേക്ക് വരുന്നത്. ലിസ ജയ്ക്ക് ഗൈഡൻസ് കൊടുത്തു. അവന്റെ ഉള്ളിലെ പ്യൂമ മെമ്മറീസ് ഉണർത്തുവാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതിനെപ്പറ്റി ഓർക്കാനും അതവനെ ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിക്കും എന്നും എടുത്തു പറഞ്ഞു. ജയ കണ്ണുകളടച്ചോർത്തു. കാടിനുള്ളിൽ പണ്ട് താൻ പ്യൂമയായി നടന്ന കാലം, കൂട്ടത്തിലൊരു പ്യൂമ തന്നെ ചക്കെന്ന പേരിൽ വിളിച്ച കാര്യം, ആ ഓർമ്മകൾ ജയെ സഹായിച്ചു. ഞൊടിയിടയിൽ ജയ ഒരു പ്യൂമയായി ട്രാൻസ്ഫോം ചെയ്തു. ജയ ട്രാൻസ്ഫോം ചെയ്തു കഴിഞ്ഞതും മറ്റുള്ളവരോടും ട്രാൻസ്ഫോം ചെയ്യാൻ ലിസ ആവശ്യപ്പെട്ടു. ലിസയും തന്റെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. ലിസ പിന്നാലെ രൂപം മാറിയ പുതിയ കുട്ടികളെയൊക്കെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾ വുഡ് വോക്കേഴ്സ് ആണ്. നിങ്ങളുടെ ദൗത്യം എന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമിടയിൽ മീഡിയേറ്റേഴ്സായി പ്രവർത്തിച്ച് സമാധാനം നിലനിർത്തുക എന്നതാണ്. അന്നത്തെ മീറ്റിംഗ് വൈകാതെ അവസാനിച്ചു. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. അപ്പോഴാണ് അവരുടെ റൂംമേറ്റായി ബ്രാൻഡൻ കടന്നു വരുന്നത്. സന്തോഷത്തോടെ ഹോളിയും ജെയും ബ്രാൻഡനെ സ്വാഗതം ചെയ്തു. പിന്നാലെ അവരൊന്നിച്ച് സ്കൂൾ കഫറ്റീരിയയിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് ജെ ഡോറിയാൻ എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെട്ടു. ഡോറിയാൻ ഒരു ഹൗസ് കാറ്റ് വുഡ് വോക്കർ ആണ്. പിന്നാലെ ഷാഡോ എന്നും വിങ് എന്നും പേരുള്ള കാക്കകളായിട്ടുള്ള വുഡ് വോക്കേഴ്സിനെയും അവൻ പരിചയപ്പെട്ടു. കാര്യം ബാക്കിയുള്ളവരൊക്കെ ജയോട് അടുപ്പം കാണിച്ചപ്പോ ലൂ മാത്രം അവളുടെ അച്ഛൻ പറഞ്ഞ ഓർഡർ കൊണ്ട് ജയിൽ നിന്ന് കുറച്ച് അകന്നു നിന്നു. പക്ഷേ അന്നും ജെഫ്രിയും സംഘവുമായും ജയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. ജെഫ്രിയും സംഘവും ഒരു പയ്യനെ ബുള്ളി ചെയ്യാൻ നോക്കുകയായിരുന്നു. ജയ് അതിൽ ഇടപെട്ടു. അതും ഒരു ഫൈറ്റിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ ഒരു ഇൻസ്ട്രക്ടർ എത്തി അത് തടഞ്ഞു. ജെയിംസ് എന്നായിരുന്നു അയാളുടെ പേര്. ബുള്ളിങ് തടയാനാണെങ്കിൽ കൂടിയും അത്തരത്തിൽ ഫൈറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് ജെയിംസ് ജയെ വാൺ ചെയ്തു. അടുത്ത ദിവസം സ്കൂളിൽ കോംബാറ്റ് ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത്
വുഡ് വോക്കേഴ്സിനെ സ്വയം ഡിഫെൻഡ് ചെയ്യാനും മറ്റും പഠിപ്പിക്കുന്ന ക്ലാസ്. രണ്ട് വുഡ് വോക്കേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിക്കൊണ്ടായിരുന്നു ഡിഫെൻസീവ് ക്ലാസുകളിൽ പഠനം നടക്കുന്നത്. ഫസ്റ്റ് മാച്ചിൽ ബെർത്ത എന്ന പേരുള്ള വുഡ് വോക്കറായിട്ടുള്ള ഒരു കരടി ബ്രാൻഡനെ എതിരിടും. പക്ഷേ ഏറ്റുമുട്ടൽ സമയത്ത് ബെർത്തയുടെ കരടി രൂപം കണ്ട് ഭയന്ന ബ്രാൻഡൻ പിന്മാറി അവിടെ നിന്നോടി. അതോടെ ആ അവസരം ജയ്ക്ക് വന്നെത്തി. പ്യൂമയായി മാറി ബെർത്തയോട് അവൻ ഫൈറ്റ് ചെയ്യണം. പക്ഷേ ജയ്ക്ക് പെട്ടെന്ന് പ്യൂമയായി മാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയം ആൻഡ്രൂ ജയുടെ അടുത്തേക്ക് വന്നു. ജയുടെ കയ്യിൽ ഒരു പൗച്ച് കൊടുത്ത് ഇത് മണത്താൻ പറഞ്ഞു. ആ മണം ജയുടെ പ്യൂമ ഫോമിനെ ട്രിഗർ ചെയ്തു. ഞൊടിയിടയിൽ അവൻ പ്യൂമയായി മാറി. പക്ഷേ മത്സരത്തിൽ ജയ് ഒരുപാട് അഗ്രസീവായി മാറിയിരുന്നു. അതോടെ ഇൻസ്ട്രക്ടറിന് ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ജയുടെ കഴിവുകളിൽ ആൻഡ്രൂവിന് വല്ലാതെ ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. ജയുടെ അടുത്തെത്തി അന്നത്തെ കോമ്പാറ്റ് സ്കില്ലിന്റെ പേരിൽ ജയെ അഭിനന്ദിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന പൗച്ച് അവന് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. പോകുമ്പോ ആൻഡ്രൂ ജെഫ്രിയെ കണ്ടിരുന്നു. അവരെന്തോ സംസാരിച്ചു. തിരികെ എത്തിയ ജെഫ്രി വലിയ സന്തോഷവാനായിരുന്നില്ല. ജയും ജെഫ്രിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ജെഫ്രി ജയെ ഒരു ഏറ്റുമുട്ടലിന് വെല്ലുവിളിച്ചു. തന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ജയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വെല്ലുവിളി ജയ് സ്വീകരിച്ചു. അന്ന് രാത്രിയിൽ ഹോളിക്കും ബ്രാൻഡനുമൊപ്പം ജെഫ്രി പറഞ്ഞ കാടിനകത്തേക്ക് ജയ് എത്തിച്ചേർന്നു. വൈകാതെ പ്യൂമയായി ട്രാൻസ്ഫോം ചെയ്ത ജയ് ജെഫ്രി പറഞ്ഞ പോലെ അവന്റെ സംഘത്തിലെ രണ്ട് ചെന്നായ്ക്കളുമായി ഏറ്റുമുട്ടാൻ മുന്നിട്ടിറങ്ങി. ആദ്യഘട്ടത്തിൽ ജയ് ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ ജെഫ്രി ഏറ്റുമുട്ടലിനിടയിൽ ചതി കാണിച്ചു. പിന്നാലെ ജയെ ജെഫ്രിയുടെ ചെന്നായ സംഘം കൂട്ടമിട്ട് ആക്രമിക്കാൻ തുടങ്ങി. അത് കണ്ടതും ഹോളി ബ്രാൻഡിനെ ബൈസനാക്കി അങ്ങോട്ടേക്ക് ഇറക്കി വിട്ടു. അതോടെ ചെന്നായ കൂട്ടം പിരിഞ്ഞു. ആ അവസരം മുതലെടുത്ത് ജെഫ്രിക്ക് മേൽ ജയ ചാടി വീണു. ഒടുവിൽ ജെഫ്രി സറണ്ടർ ചെയ്തു. ഈ സമയം അവരുടെ ഏറ്റുമുട്ടലൊക്കെ ഒരു മൂങ്ങ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരാരും മൂങ്ങയെ ശ്രദ്ധിച്ചതേയില്ല. അത് പിന്നാലെ അവിടെ നിന്ന് പറന്നുപോയി. അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വാർത്ത പിന്നാലെ സ്കൂൾ മുഴുവൻ പരന്നിരുന്നു. ആൻഡ്രൂ പിന്നാലെ ജയെ കാണാൻ വന്നു. ജയെ വിളിച്ചൊരു ഡ്രൈവിന് പോയി. പോകുമ്പോ ആൻഡ്രൂ പറഞ്ഞു, കാര്യം നീ 4 ചെന്നായ്ക്കൾക്കെതിരെ പൊരുതി ജയിച്ചിരിക്കും. പക്ഷേ നിനക്ക് യഥാർത്ഥ കോമ്പാറ്റ് സ്കില്ലിന്റെ കുറവുണ്ട്. ഞാൻ നിന്നെ വേട്ടയാടാൻ പഠിപ്പിക്കാം എന്ന് ആൻഡ്രൂ നിർദ്ദേശിച്ചു. പിന്നീട് ആൻഡ്രൂ തിരികെ ജയെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലിസ് ആൻഡ്രൂവിന്റെ അടുത്ത് ചെന്നു. ഒരു കുട്ടിക്കും അങ്ങനെ പ്രത്യേക ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ആൻഡ്രൂവിനോട് പറഞ്ഞു. നല്ല കഴിവുള്ള ശിഷ്യന്മാരെ കൂടുതൽ പരിശീലിപ്പിക്കുന്നു എന്നേയുള്ളൂ എന്നായിരുന്നു ആൻഡ്രൂവിന്റെ മറുപടി. ആൻഡ്രൂ പോയതും ലിസ ജയെ എതിരിട്ടു. നടന്ന കാര്യങ്ങൾ ലിസ അറിഞ്ഞിരുന്നു. സ്കൂളിലെ നിയമം ജയ് തെറ്റിച്ചിട്ടുണ്ട്. സ്കൂളിൽ സമാധാനം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്ന് ലിസ ജയോട് നിർദ്ദേശിച്ചു. അവനോട് ലിസ ക്ഷമിച്ചെങ്കിലും ശിക്ഷയായി ചെന്നായികൾക്കൊപ്പം കിച്ചൺ ഡ്യൂട്ടിയായിരുന്നു ജയ്ക്ക് ശിക്ഷ വിധിച്ചത്. അന്ന് ലിസ പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ലൂ കാടിനകത്തേക്ക് നടന്നു പോകുന്നത് ജയ കണ്ടു. ജയ അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാടിനുള്ളിൽ വുഡ് വോക്കേഴ്സിന്റെ ഒരു കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ലൂവും ജയും അവിടെ എത്തി. അവർ എന്താ സംസാരിക്കുന്നതെന്ന് ഒളിച്ചു കേട്ടു. കഴിഞ്ഞ കുറച്ച് നാളുകളായി മനുഷ്യർക്കുമേൽ പല ആക്രമണങ്ങളും നടക്കുന്നുണ്ട്. വുഡ് വോക്കേഴ്സ് ആവും അതിനു പിന്നിൽ എന്നാണ് കൗൺസിൽ സംശയിക്കുന്നത്. മനുഷ്യർ പ്രകൃതിയോട് ദ്രോഹം ചെയ്യുന്നത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നും സംശയമുണ്ട്. ലൂ ജയോട് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലരുതെന്ന് പറഞ്ഞു. പിന്നാലെ ജയിൽ നിന്ന് താൻ അകന്നു നിൽക്കാൻ കാരണം അച്ഛനാണെന്നും ജയുടെ ഇമോഷൻസ് ജയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ തന്നോട് അകന്നു നിൽക്കാൻ പറഞ്ഞത് എന്നും ലൂ അറിയിച്ചു. ജയുമായി സംസാരിച്ചപ്പോ തന്റെ അച്ഛന്റെ നിഗമനം തെറ്റാണെന്ന് താൻ മനസ്സിലാക്കുന്നു എന്ന് ലൂ പറഞ്ഞു. പിന്നീട് ജയും ആൻഡ്രൂവും തമ്മിൽ ഒന്നിച്ചുള്ള പരിശീലനം ആരംഭിച്ചു. കൃത്യമായ നിർദ്ദേശങ്ങൾ പ്യൂമയായ ആൻഡ്രൂ ജയ്ക്ക് കൊടുത്തോണ്ടിരുന്നു. ഒടുവിൽ ഒരു മാനിനെ വേട്ടയാടാൻ ജയെ കൊണ്ട് സാധിച്ചു. ജയുടെ ആദ്യത്തെ ഇര. ജയെ കാണുമ്പോൾ ജയുടെ അതേ പ്രായമുണ്ടായിരുന്ന തന്റെ മകളെയാണ് ഓർമ്മ വരുന്നത് എന്ന് ആൻഡ്രൂ ജയോട് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ ഒരു ട്രാജഡി സംഭവിച്ചിരുന്നു. അതിൽ ആൻഡ്രൂവിന് മകൾ നഷ്ടപ്പെട്ടു. വേട്ടയാടലിൽ ജയ്ക്ക് സന്തോഷം തോന്നിയിരുന്നു. താൻ ഇരപിടിച്ച കാര്യം സന്തോഷത്തോടെ ജയ തന്റെ കൂട്ടുകാരുമായി പങ്കുവെച്ചു. പക്ഷേ കൂട്ടത്തിൽ ലൂവിന് അത് കുറച്ച് വേദനാജനകമായിരുന്നു. തന്റെ അമ്മയെ പണ്ടൊരു പ്യൂമ ആക്രമിച്ചതാണെന്നും അങ്ങനെയാണ് അമ്മയുടെ കാൽ നഷ്ടപ്പെട്ടത് എന്നും ലൂ പറഞ്ഞു. അന്ന് രാത്രിയിൽ ജയ ഒരു കാഴ്ച കണ്ടു. ജെഫ്രിയും കൂട്ടരും ചെന്നായികളായി മാറിക്കൊണ്ട് കോളേജിന് വെളിയിൽ പോകുന്നു. ജയ് അവരെ ഫോളോ ചെയ്തു. അവർ പോയെത്തിയത് ഒരു പഴയ ഫാക്ടറിയിലേക്കായിരുന്നു. ആ ഫാക്ടറി ആക്രമിക്കലായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ജയ് അവരെ തടയാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ആൻഡ്രൂ അങ്ങോട്ടേക്ക് കടന്നു വന്നു. തന്റെ ആളുകളോട് ജെഫ്രിയെയും മറ്റും സ്കൂളിലേക്ക് തിരികെ എത്തിക്കാൻ ആൻഡ്രൂ ഉത്തരവിട്ടു. പിന്നാലെ ജയെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഒരിടത്തേക്ക് പോയി. അവിടെ വെച്ച് ആൻഡ്രൂ ജയോട് സംസാരിച്ചു. തന്റെ ഭാര്യയും മകളും കൊല്ലപ്പെട്ടത് ഒരു വേട്ടക്കാരനാലാണ്.
അവരെ കൊന്ന ആ വേട്ടക്കാർ അവരുടെ എല്ലാം എടുത്തു. അവരുടെ ബാക്കികൾ പോലും ട്രോഫികൾ പോലെ അവർ പ്രദർശിപ്പിച്ചു. അന്നു മുതൽ മനുഷ്യരോട് എനിക്ക് വെറുപ്പാണ്. വേട്ടക്കാർ വുഡ് വോക്കേഴ്സിനെ കൂടുതലായി ആക്രമിക്കാൻ തുടങ്ങി. നിലവിലെ അവസ്ഥ ഒരുപാട് മോശമാണ്. കഴിഞ്ഞ 50 കൊല്ലമായി വുഡ് വോക്കർ കൗൺസിൽ വുഡ് വോക്കേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. വുഡ് വോക്കേഴ്സ് കൊല്ലപ്പെട്ടുകൊണ്ടേയിരുന്നതേയുള്ളൂ. എന്റെ അസിസ്റ്റന്റായ സ്നേക് ഷിഫ്റ്ററിന് അവളുടെ കാലുപോലും നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനൊരു തീരുമാനത്തിലെത്തിയത്. പ്രകൃതിയെ നശിപ്പിക്കുന്ന എല്ലാത്തിനും അറുതി വരുത്തുക, അത്തരത്തിലുള്ള ഫാക്ടറികൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന് ഞാനൊരു ടീമുണ്ടാക്കി. ജെഫ്രിയും സംഘവുമെല്ലാം അതിലെ അംഗങ്ങളാണ്. ടാലന്റഡായ സ്റ്റുഡൻസിനെ ഞാൻ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ജേക്കും അതിൽ വേണമെങ്കിൽ അംഗമാകാം. ജേക്ക് പക്ഷേ മനുഷ്യരെ ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നില്ല. അതോടെ ആ ഓഫർ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ആൻഡ്രൂ ജെയോട് ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. വലിയൊരു പദ്ധതി ഞങ്ങളിപ്പോഴേ നടപ്പിലാക്കാൻ പോകുന്നുണ്ട് എന്ന കാര്യവും അറിയിച്ചു. അടുത്ത ദിവസം പുലർച്ചെ ജയെ കാണാൻ ജയുടെ ഫാമിലി വന്നിരുന്നു. പ്രശ്നമൊന്നുമില്ലാതെ ജയ സ്കൂളിൽ തുടരുന്നതറിഞ്ഞപ്പോ ജയുടെ ഫാമിലിക്ക് വലിയ സന്തോഷം തോന്നി. ജയുടെ സഹോദരി മെലഡി ജയ്ക്ക് സൂക്ഷിക്കാൻ ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തു. അവർ അവിടെ പിക്നിക്കിന് വന്നതായിരുന്നു. ജയോടും ജോയിൻ ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. അവർ പോയതിനു പിന്നാലെയായിരുന്നു ജയെ ആൻഡ്രൂ വിളിച്ചത്. ആ വീക്കെൻഡോടെ തങ്ങളുടെ വലിയ പ്ലാൻ തങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന കാര്യം ആൻഡ്രൂ പറഞ്ഞു. ജോയോട് കൂടുന്നുണ്ടോ എന്നും ചോദിച്ചു. രാവിലെ ഫാമിലിയെ മീറ്റ് ചെയ്തതുകൊണ്ട് ജയ കൂടുതൽ കൺഫ്യൂഷനിലായിരുന്നു. ജയോട് ഏതെങ്കിലും ഒരു സൈഡ് നീ തിരഞ്ഞെടുത്തേ പറ്റൂ എന്ന് ആൻഡ്രൂ പറഞ്ഞു. ജയ് കൂടുതൽ കൺഫ്യൂസ്ഡ് ആയി. തന്റെ ഫാമിലി തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് അവർ. അതേസമയം മറുവശത്ത് തന്റെ കൂട്ടുകാരുണ്ട്, വുഡ് വോക്കേഴ്സ് ആയിട്ടുള്ളവർ. അവർക്ക് ഈ ലോകത്ത് ജീവിക്കണം. കൺഫ്യൂഷനായ ജയ് കാട്ടിലേക്കോടി. കാടിനുള്ളിലൂടെ ഓടി നടന്നു. കുറെ നേരമായും ജയെ കാണാതെ അന്വേഷിച്ച് വിങ് പറന്നെത്തി. പക്ഷേ അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വേട്ടക്കാരുടെ ഡ്രോൺ പറന്നെത്തുന്നത്. ജയെ ട്രാക്ക് ചെയ്ത് ഡ്രോൺ വെടിയുതിർക്കാൻ ആരംഭിച്ചു. ജയ മറഞ്ഞിരുന്നു. വിങ്ങും പറന്നു ചെന്ന് ഡ്രോണിനെ തട്ടിയും മറ്റും ജയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ രക്ഷപ്പെടാൻ വിങ് തന്നെ ജയോട് മനുഷ്യരൂപത്തിലേക്ക് മാറാൻ പറഞ്ഞു. ജയ മനുഷ്യരൂപം പൂണ്ടു. അങ്ങനെ വേട്ടക്കാരിൽ നിന്ന് രക്ഷ നേടി. പക്ഷെ അപ്പോഴേക്കും അവശതയിൽ ജയ കുഴഞ്ഞു വീണിരുന്നു. ബോധം തെളിയുമ്പോ ജയ ആൻഡ്രൂവിന്റെ ഇടത്താണ്. ആൻഡ്രൂ ജയുടെ അടുത്തിരിക്കുന്നു. നടന്ന കാര്യങ്ങൾ വെച്ച് മനുഷ്യന്മാർ വേട്ടക്കാരായി മാറി വുഡ് വോക്കേഴ്സിനെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് തന്റെ വിഷൻ തറപ്പിച്ചു പറഞ്ഞു. വുഡ് വോക്കേഴ്സിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ജയുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട് എന്ന് ആൻഡ്രൂ പറഞ്ഞതോടെ നടന്ന കാര്യങ്ങൾ കൂടി ചിന്തിച്ച ജെ ആൻഡ്രൂവിനൊപ്പം ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നാലെ ആൻഡ്രൂ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി. വീക്കെൻഡിൽ പ്ലാൻ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു. മലമുകളിൽ വെട്ടിക്കൂട്ടിയ വലിയൊരു തടിക്കൂട്ടം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ താഴ്വാരത്തിലാണ് മൈനിങ് ഇടവും മൈനിങ് മെഷീനറീസും ഒക്കെ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മലമുകളിൽ വെട്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന തടിക്കൂട്ടം കെട്ടുപൊട്ടിച്ച് താഴ്വാരത്തേക്ക് മറച്ചിട്ടാൽ അത് മെഷീനറികൾക്കും മൈനിങ് ഇടത്തിനും മുകളിൽ പതിക്കും. മെഷീനറീസ് ഒക്കെ നശിച്ചു പോകും. കാട് നമുക്ക് സംരക്ഷിക്കാനാകും ആൻഡ്രൂ പറഞ്ഞു. ജെയും ജെഫ്രിയും തമ്മിൽ അവിടെ വെച്ചും പ്രശ്നമുണ്ടായിരുന്നു. ആൻഡ്രൂ അതിൽ ഇടപെട്ടു. ജെയുടെ പ്യൂമ ഫാമിലിയിൽ താനൊരു ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് ആൻഡ്രൂ അറിയിച്ചു. പിന്നാലെ അവർ മിഷനായി പുറപ്പെടുകയായിരുന്നു. ആ സമയമാണ് ജെയ്ക്ക് കോൾ വരുന്നത്. ജെയുടെ അമ്മയും സഹോദരങ്ങളും താഴ്വാരം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നായിരുന്നു അവർ പറഞ്ഞത്. ആ സമയത്താണ് ഹോളിയും ബ്രാൻഡനും ജെയെ കാണാൻ വന്നത്. ജെയുമായി അവർ സംസാരിച്ചു. ആൻഡ്രൂവിനോട് ലോയലായിരുന്ന ജെ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചില്ല. തനിക്കൊരിടം വരെ പോവാനുണ്ടെന്ന് പറഞ്ഞ് അവർ ജെ പറഞ്ഞയച്ചു. എല്ലാം റെഡിയായതും ജെയും സംഘവും മലമുകളിലേക്ക് പുറപ്പെട്ടു. ആൻഡ്രൂ അവരെല്ലാവരെയും ചെറിയ ടീമുകളായി പിരിച്ച് ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുത്തു. പക്ഷേ അവിടെ വെച്ചിട്ടാണ് ജെ തന്റെ ഫാമിലി താഴ്വാരത്തിൽ ക്യാമ്പ് ചെയ്യുന്നത് കാണുന്നത്. ആ താഴ്വാരത്തിലേക്കാണ് അവർ പോകുന്നത് എന്ന് ജെ ഒട്ടും ചിന്തിച്ചിരുന്നില്ല. അവരെ കണ്ടതും ജെ വല്ലാതെ പാനിക്കായി. തടികൾ മുഴുവൻ താഴ്വാരത്തിലേക്ക് ഉരുട്ടിയാൽ അവരുടെ ദേഹത്ത് പതിച്ച് അവർ കൊല്ലപ്പെട്ടേക്കാം. അവരുടെ സേഫ്റ്റിയെ പറ്റി ആലോചിച്ച ജെ അവിടെ ഉണ്ടായിരുന്ന ഡെറിക്കിന്റെ അടുത്തേക്ക് ചെന്നു. ഡെറിക് ഒരു കരടിയാണ്. ഡെറിക്കാണ് മരത്തടികളുടെ സപ്പോർട്ട് മാറ്റി മരത്തടികൾ താഴോട്ടുരുട്ടുക. താഴെയുള്ള ആളുകൾക്ക് അപകടം പറ്റും എന്ന് ജെ പറഞ്ഞെങ്കിലും ഡെറിക് അതൊന്നും ചെവികൊണ്ടതേയില്ല. അപ്പോഴാണ് ജെയ്ക്ക് ഒരു ഫാമിലി ഫോട്ടോ അവർ അയച്ചു കൊടുക്കുന്നത്. അത് കണ്ടതും ജെ കൂടുതൽ വല്ലാതായി. ജെ ആൻഡ്രൂവിനെ വിളിച്ച് മിഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേ ആൻഡ്രൂ പിന്മാറാൻ കൂട്ടാക്കിയില്ല. നിന്റെ ഫാമിലിക്ക് ഒന്നും പറ്റില്ലെന്നും അവർ സേഫ് ആയിരിക്കും എന്നും ആൻഡ്രൂ പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം മൈൻ മാത്രമാണെന്നും കൂട്ടിച്ചേർത്തു. കൂട്ടത്തിൽ നീ ഇങ്ങനെ വറിയാവണ്ടെന്നും അവർ നിന്റെ അഡോപ്റ്റീവ് റിലേറ്റീവ്സ് മാത്രമാണെന്നും ആൻഡ്രൂ പറയുന്നുണ്ടായിരുന്നു. മറുവശത്ത് വോൾഫ് ടീം ആകട്ടെ മൈനിലേക്ക് ചെന്ന് അവിടുത്തെ വർക്കേഴ്സിനെയൊക്കെ വിരട്ടി ഓടിച്ചു. ആൻഡ്രൂ മരത്തടികൾ താഴോട്ട് വീഴിപ്പിച്ചു. വേഗത്തിൽ മരത്തടികൾ കൂട്ടം കൂട്ടമായി മലമുകളിൽ നിന്ന് താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു.
തന്റെ ഫാമിലി അപകടത്തിൽപ്പെടുമോ എന്ന് ചിന്തിച്ച ജയാകട്ടെ മരത്തടികൾക്ക് മുകളിലൂടെ ചാടിയോടി മരത്തടികൾ എത്തുന്നതിന് മുമ്പ് ഫാമിലിക്ക് അടുത്തെത്താൻ ശ്രമിച്ചു. ഫാമിലിയിലെ മറ്റംഗങ്ങൾ മാറിപ്പോയെങ്കിലും മെലഡി മാത്രം വീഴുന്ന മരത്തടികൾക്ക് മുമ്പിൽ സ്റ്റക്കായി പോയിരുന്നു. അവൾ ഫോണിലായിരുന്നതായിരുന്നു ഡിസ്ട്രാക്റ്റഡ് ആവാൻ കാരണം. പക്ഷേ ഭാഗ്യത്തിന് പാഞ്ഞു വന്ന പ്യൂമ രൂപത്തിലുള്ള ജെ മെലഡിയെ രക്ഷപ്പെടുത്തി. തടികളൊക്കെ വീണ് ഒക്കെയൊന്ന് ശാന്തമായതും മനുഷ്യരൂപത്തിൽ ആൻഡ്രൂ ജെയുടെ ഫാമിലിയുടെ അടുത്തെത്തി. അപകടമാണ് സംഭവിച്ചത് എന്ന മട്ടിൽ ഒന്നും അറിയാത്ത പോലെ ആൻഡ്രൂ അവരോട് സംസാരിച്ചു. വുഡ് വോക്കേഴ്സിന്റെ സീക്രട്ട് കീപ്പ് ചെയ്ത് ജെയും ഒന്നും മിണ്ടിയില്ല. പിന്നാലെ ആൻഡ്രൂ ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തി ജെയുടെ ഫാമിലിയെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിപ്പിച്ചു. അവർ പോയതും ജെ ആൻഡ്രൂവിനോട് ദേഷ്യപ്പെട്ടു. പക്ഷേ ആൻഡ്രൂ പറഞ്ഞു, നിന്റെ പ്യൂമ ഫാമിലിയുടെ ലൊക്കേഷൻ എനിക്ക് മാത്രമേ അറിയൂ. നീ പ്രശ്നമുണ്ടാക്കിയാൽ നിന്റെ ആ ഫാമിലിയെ നീ ഒരിക്കലും കാണില്ല. തൊട്ടു പിന്നാലെ അങ്ങോട്ടേക്ക് വുഡ് വോക്കർ കൗൺസിലിലെ ആളുകളുമായി ലിസ വന്നെത്തി. വുഡ് വോക്കർ കൗൺസിലിന്റെ സംശയം ഒഴിവാക്കാൻ നടന്നത് അപകടമാണെന്നും മൈനിങ് കാരണം സംഭവിച്ചതായിരിക്കും, തടിക്കെട്ടുകൾ പൊട്ടിവീണതായിരിക്കും എന്നൊക്കെ ആൻഡ്രൂ പറഞ്ഞു. ഭാഗ്യത്തിന് മനുഷ്യർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല എന്നും ആൻഡ്രൂ കൂട്ടിച്ചേർത്തു. ലിസയ്ക്ക് പക്ഷേ അപ്പോഴും സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളില്ല. പിന്നാലെ ജെയും കൂട്ടുകാരും തങ്ങളുടെ സ്കൂളിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് ജെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോ എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഒന്നും പുറത്തുവിടരുത്. എനിക്കെന്റെ പ്യൂമ ഫാമിലിയെ കണ്ടെത്തണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ചെയ്യാം. ആൻഡ്രുവിന്റെ പ്ലാനുകൾ പുറത്തു കൊണ്ടുവരാം. കൂട്ടുകാരും ജെയോടതിന് സമ്മതിച്ചു. രണ്ടാം ഭാഗത്തിന് തുടക്കമിട്ടുകൊണ്ട് ചലച്ചിത്രം അവിടെ അവസാനിക്കുന്നു. രസകരമായ വുഡ് വോക്കർ എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.